ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല രാത്രി കർത്താവ് നമുക്ക് ദാനമായി നൽകി. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം അങ്ങായി തണലായി കൂടെയിരുന്ന് നമ്മെ ക്ഷേമത്തോടെ നടത്തിയ നമ്മുടെ കർത്താവിന് നമ്മുടെ കരങ്ങളെ തട്ടി കർത്താവിന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. ഹല്ലേലൂയ. പകലിന്റെ മണിക്കൂറുകളിൽ കോഴിതൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഴുകന്തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ അവിടെവിടങ്ങളിൽ ദൈവം തന്റെ മക്കളെ സൂക്ഷിച്ച പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കരങ്ങളടിച്ചൊരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നീതിയോടെ ഉത്തരമരുളുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവം ആമേൻ തന്റെ മക്കൾക്ക് വേണ്ടി ഇന്ന് പകലിലും അത്ഭുതങ്ങൾ ചെയ്തു. ഹല്ലേലൂയ. അതിശയകരമായി ആമേൻ നടത്തി. എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. എണ്ണത്തിൽ ആരും കുറയാതെ അവിടെ ഇവിടങ്ങളിലായിരുന്ന നമ്മളെ ദൈവം സൂക്ഷിച്ച പരിപാലിച്ച ദൈവത്തിന്റെ കരുതലിനായി പരിപാലനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. വാഗ്ദത്തങ്ങൾ വിശ്വസനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഒരു നല്ല രാത്രി കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി സ്തോത്രം. പകലിന്റെ മണിക്കൂറുകളിൽ കർത്താവിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളോട് കൂടെയിരുന്ന് ക്ഷേമത്തോടെ പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനവുമായി ലൈവിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ. ഇന്ന് രാത്രി ലൈവിൽ നിങ്ങളോടൊപ്പം കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പേരുപേരായി അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആരെങ്കിലും രോഗികളായി, ദുഃഖിതരായി, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടായിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് അവിടുന്ന് നിറയ്ക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് ആമേ ചില വ്യക്തികളെ, കുടുംബങ്ങളെ കൈപിടിച്ചുയർത്തണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുക. ആദ്യോടെ പരിശുദ്ധാത്മാവ് ദൈവം കൂടെ ഇരിക്കണം. വചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിപ്പാൻ സ്വർഗം കൃപ ചെയ്യണം. ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ചില കുടുംബങ്ങൾ, ചില വ്യക്തി ജീവിതങ്ങളിൽ രൂപാന്തരം വരുത്തുവാൻ ഉണർന്ന വചനത്തിന്റെ ആ ശക്തി ആമേൻ പ്രാപിച്ച് ആമേൻ ബലപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ചിരിച്ചോണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥാ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥാ, ഇത്രാമശ്രേക ഉയർകൊടുത്തേനിക്കായി, ഇത്രാമശ്രേക ഉയർകൊടുത്തേനിക്കായി, വന്നവാർന്നിപ്പാനെഴുതല്ല എനിക്ക്, വന്നവാർന്നിപ്പാനെഴുതല്ല എനിക്ക്, തേടി വന്നു ദോഷിയാമേ നിത്യം കൂടി നിത്യം കൂടിപ്പിച്ച് പച്ചപ്പുൽ ശൈലിയെ ഇടത്തിടുമ്പോ, പച്ചപ്പുൽ ശൈലിയെ ഇടത്തിടുമ്പോ തേടി വന്നു ദോഷിയാമെന്നെയും നാഥാ, തേടി വന്നു ദോഷിയാമെന്നെയും നാഥാ. ഹല്ലേലൂയ. പ്രൈസ് ദി
Lord. Hallelujah. ഇന്ന് രാത്രി കർത്താവിനെ പാടി സ്തുതിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്ത ദൈവത്തിനായി ഒരിക്കൽ കൂടെ കരമുയർത്തി സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. നിങ്ങൾ അവനെ വിളിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ അവനെ വിളിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. അതേ ക്ഷാമകാലത്തും ക്ഷേമത്തോടെ പരിപാലിക്കുന്ന ദൈവത്തെ ആമേൻ നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ? അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനായ ദൈവം. ഹല്ലേലൂയ. ആര് നിലവിളിച്ചിട്ടുണ്ടോ ആ നിലവിളിയുടെ മധ്യേ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മരുഭൂമിയിൽ പട്ടുപോകുവാൻ ഇടയാകത്തക്ക വിധത്തിലുള്ള പ്രതികൂലങ്ങൾ ജീവിതത്തിന് മുമ്പിൽ കടന്നു വന്നപ്പോൾ നിലവിളിച്ച മോശയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയ ദൈവം. മിസ്രൈമിന്റെ അടിമത്തത്തിൽ കിടന്ന ജനം നിലവിളിച്ചപ്പോൾ അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് അവരുടെ നിലവിളി കേട്ട് അവരുടെ കഷ്ടത കണ്ട് ഇറങ്ങി വന്ന ദൈവം. ഞെരുക്കത്തിൽ നിന്ന് നിലവിളിച്ച ദാവീദിനു വേണ്ടി വിശാലത വരുത്തിയ ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കഷ്ടതയിലൂടെ വേദനയിലൂടെ പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്ന ദൈവ പൈതലേ, നിന്റെ നിലവിളി കേട്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവം ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാത്ത. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. പലർക്കും ആമേൻ ഈ വാക്യം കാണാതറിയാം. പലപ്പോഴും ഈ വാക്യം ഉരുവിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് രാത്രി കണ്ണുനീരിന്റെ പ്രവാചകനായ യിരെമ്യാവ് ദൈവസന്നിധിയിൽ ജനത്തിന്റെ മധ്യേ വെളിപ്പെടുത്തിയ വചനം ഇപ്രകാരമാണ്. വായിച്ചാട്ടെ. എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായ അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ആമേൻ. ഒരു ഭാരം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ, ഒരു നിരാശ വരുമ്പോൾ നാം പലരെയും വിളിക്കാറുണ്ട്. ഹല്ലേലൂയ. ആമേൻ. മക്കളെ വിളിക്കാറുണ്ട്. വയ്യാതെ വരുമ്പോൾ അടുത്ത റൂമിൽ കിടക്കുന്ന മക്കളെ വിളിക്കാറുണ്ട്. അടുത്ത് താമസിക്കുന്ന മക്കളെ വിളിക്കാറുണ്ട്. നമ്മുടെ പരിചയക്കാരെ വിളിക്കാറുണ്ട്. നമുക്കറിയാം ആവശ്യ നേരത്ത് അനവധി ആളുകൾ ആമേൻ സഹായത്തിനു വേണ്ടി പലരെയും വിളിക്കാറുണ്ട്. എന്നാൽ ഇവിടെ കണ്ണുനീരിന്റെ പ്രവാചകനായ യിരെമ്യാവിലൂടെ സർവശക്തനായ ദൈവം ജനത്തോട് പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും. നാളിതുവരെ ഉത്തരം ലഭിക്കാത്ത വിഷയങ്ങളുമായി കണ്ണുനീരോടെ വേദനയോടെ നിരാശയോടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഈ ലൈവിൽ ശ്രദ്ധിക്കുന്നെങ്കിൽ ആമേൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഈ മാനവരാശിക്ക് വെളിപ്പെടുത്തി നൽകുവാൻ ദൈവപുത്രനായ യേശു ക്രിസ്തു ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ജനിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. സ്നേഹിത, പലരും അതേ കടഭാര നിമിത്തം ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്തത് കാരണം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഓരോ ദിവസവും പുലരുമ്പോൾ അതേ മാധ്യമ പേപ്പറുകളിലൂടെ അതേ വളരെ വേദനാജനകമായ നിരവധി സംഭവങ്ങൾ അതേ നടക്കുന്നതായി നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. രാത്രിയുടെ മറവിൽ ആമീൻ സംഭവിക്കുന്ന അനവധി സംഭവങ്ങൾ അടുത്ത പ്രഭാതത്തിൽ അതേ ഒരു വാർത്തയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ വാർത്തകൾക്കൊന്നും പ്രസക്തിയില്ലാതെ ആമീൻ കൊലപാതകങ്ങളും പിടിച്ചുപറിയും ആമീൻ അക്രമവും ആമീൻ അതെ എല്ലാം നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നിത്യജീവിതത്തിന് അവകാശിയായി മാറുവാൻ ഉലകത്തിൽ പിതാവായ ദൈവം വെളിപ്പെടുത്തിയ ഏകനാമം യേശു എന്ന നാമമാണ്. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നവരുടെ അതെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ ദൈവം ശക്തൻ. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. അത് സത്യ വേദ പുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ പ്രപഞ്ചത്തിന്റെ ശക്തനായ സൃഷ്ടാവായ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഒരു വിശ്വാസി ഹല്ലേലൂയ ആമേൻ പരമാർത്ഥ ഹൃദയത്തോടെ ഹല്ലേലൂയ ആമേൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായ നിശ്ചയമായും
അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ആമേൻ ചെവി ആമേൻ ചായ്ക്കുകയും ഉത്തരം അരുളുകയും ചെയ്യും. ഹല്ലേലൂയ. ഭക്തനായ യിരെമ്യാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോൾ അവന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവം മറുപടി നൽകുവാനിടയായി. ദാനിയേലിനെ കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാ: തനിക്കെതിരെ അതെ രാജാവ് രേഖ എഴുതിയിരിക്കുന്നുവെന്ന് താൻ അറിഞ്ഞപ്പോൾ താൻ പരിഭവപ്പെട്ട് അതെ ബഹളം വെച്ച ആളെ കൂട്ടിയില്ല. അവൻ നിയമ കോടതിയിൽ കയറി ഇറങ്ങിയില്ല. അവൻ സ്വയം ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചില്ല. നിലവിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ദാനിയേല് അവൻ പതിവ് പോലെ യെരൂശലേമിന്റെ നേരെ കിളിവാതിലുകൾ തുറന്നിട്ട് അതെ 3 നേരം പ്രാർത്ഥിപ്പാൻ തക്കവണ്ണമിടയായി തീർത്തു. ആ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം ശ്രദ്ധിച്ച് ആ രേഖ തിരുത്തി എഴുതിപ്പിച്ചു. ഇന്ന് രാത്രി ചില രേഖകൾ തിരുത്തി എഴുതപ്പെടുവാൻ തക്കവണ്ണം പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് പ്രാർത്ഥനയെ കുറിച്ച് ദീർഘമായ കാര്യങ്ങൾ സത്യവേദ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 32-ാം വാക്യത്തിൽ അപ്പോൾ അവൻ കർത്താവെ കോപിക്കരുതേ, ഞാൻ ഇനി ഒരു പ്രാവശ്യം സംസാരിക്കും, പക്ഷേ 10 പേർ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ 10 പേരുടെ നിമിത്തം നശിപ്പിക്കില്ല എന്ന് അവൻ അരുളി ചെയ്തു. സൊദോമിന്റെ നാശം അബ്രഹാമിന്റെ കാതിൽ ദൂതന്മാർ എത്തിച്ചപ്പോൾ ആ ദൂത് കേട്ട അബ്രഹാം ദൈവസന്നിധിയിൽ അതേ കയറി ചെന്ന് സർവശക്തനായ ദൈവത്തോട് അവൻ നിലവിളിക്കുകയാ, ദൈവത്തോട് യാചിക്കുകയാ, ദൈവത്തോട് ചോദിക്കുകയാ. 50 പേരുണ്ടെങ്കിൽ അതെ 10 പേരുണ്ടെങ്കിൽ ഹല്ലേലൂയ. അങ്ങനെ വാദിച്ച് അബ്രഹാം അതെ ഒരു നീതിമാനെ പോലും സോദോമിൽ കാണാൻ കിട്ടാതെ പോയത് കൊണ്ട് സോദോം നശിക്കപ്പെട്ടു. എന്നാൽ ആ വലിയ അനർത്ഥത്തിനകത്ത് നിന്ന് ആ നാശത്തിനകത്ത് നിന്ന് തന്റെ സഹോദര പുത്രനായ ലോത്തിനെ അത് വിടുവിക്കുവാൻ തക്കവണ്ണം അബ്രഹാമിനെ ഓർക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. പ്രിയ സ്നേഹിതരെ, കൂടപ്പറപ്പേ, മാതാവേ, പിതാവേ, ലോകം അതെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ലോകത്തിൽ അനേകം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിന്റെ കൂട്ടത്തിലുള്ള ആരും അകപ്പെട്ട് നശിച്ചു പോകാതിരിപ്പാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് അതേ മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രാർത്ഥന നിമിത്തം ആ പ്രശ്നത്തിനകത്ത് പലരും അകപ്പെട്ടു പോയേക്കാം. നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് നീ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ വ്യക്തിയെ ആ അനർത്ഥത്തിനകത്ത് നിന്ന്, ആ പ്രതികൂലത്തിന്റെ അകത്ത് നിന്ന്, ആ നാശത്തിനകത്ത് നിന്ന് അത് വിടുവിക്കുവാൻ നിന്നെ ഓർത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കൂടപ്പിറപ്പ് ഒരുപക്ഷെ നീ അറിഞ്ഞ സത്യം ഉൾക്കൊള്ളുന്നില്ലായിരിക്കാം. നിന്റെ ജീവിത പങ്കാളി, നിനക്കുണ്ടായ തലമുറ ഈ സത്യം അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ വൈശാചിക മേഖലയിൽ അകപ്പെട്ട് കിടക്കുന്ന വ്യക്തികളായിരിക്കാം. എന്നാൽ മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ വൈമനസ്സും കൂടാതെ പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറെങ്കിൽ ആ വലിയ വിപത്തിനകത്ത് നിന്ന്, ആ വലിയ നാശത്തിനകത്ത് നിന്ന് അവനെ വിടുവിക്കുവാൻ നിന്നെ ഓർത്ത് പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവമത്രേ അബ്രഹാമിന്റെ ദൈവം. ഇന്ന് രാത്രി ആ ദൈവത്തെ വെളിപ്പെടുത്തുക. ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ജനിച്ച കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു: എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്, എന്നിൽ കൂടെ അല്ലാതെ ആർക്കും രക്ഷ പ്രാപിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഈ സത്യം അതെ വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രി ദൈവശക്തി അതെ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ക്രൂശിന്റെ വചനം അത് നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വമാ, വിശ്വസിക്കുന്ന നമുക്കോ അത് ദൈവശക്തിയാ. ഇന്ന് രാത്രി നിന്നെ ഭാരപ്പെടുത്തുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ ഞെരുക്കുന്ന ആമേൻ വിഷയത്തിനകത്ത് നിന്ന് നിന്നെ പുറത്തേക്ക് നയിക്കുവാൻ ഉതകുന്ന ജീവന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ മേൽ വെളിപ്പെടുത്തി ശത്രുക്കളുടെ മുമ്പാകെ മേൽച്ചയൊരുക്കി നിന്നെ മുൻപോട്ട് നയിപ്പാൻ ദൈവം ശക്തനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ ഉത്തരമരുളുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്ന ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ മറുപടി നൽകുന്ന ഒരു ദൈവം. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിയില്ല.
ആമേ, നീ ഒരു ദൈവഭക്തനാണോ? താങ്കൾ ഒരു ദൈവഭക്തനാണോ? താങ്കളെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തിരിക്കുക? വേർതിരിച്ചിരിക്കുക. ഹല്ലേലൂയ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും? കേൾക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേ തിരിച്ചറിഞ്ഞ് ആമേ ഞാനൊരു ദൈവഭക്തനാണ്. ഹല്ലേലൂയ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. പലരും ആമേ ഉത്തരമില്ലാതെ അവരഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ മുമ്പിൽ സ്വയം ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ദൈവഭക്തരായിരിക്കുന്ന ഒരു ദൈവ പൈതൽ ഉറക്കെ വിളിക്കുമ്പോൾ അതെ കേട്ട് മറുപടി നൽകുന്ന ഒരു നല്ല ദൈവം. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച വ്യർത്ഥമായോട് കരുണ കാണിച്ച കരുണാമയൻ ഇന്ന് രാത്രി അതിരാലക്കത്ത കണ്ണുള്ളവനായി നിന്നെയും എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാ. നീ അഭിമുഖീകരിക്കുന്ന വേദനകളെ, നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ആമേൻ ഇന്ന് രാത്രി കണ്ടില്ലെന്ന് നടിച്ചു മാറിപ്പോകുന്നവനല്ല നാം ആരാധിക്കുന്ന ദൈവം. അതെ നമുക്ക് വേണ്ടി അതെ കഥോർത്തിരിക്കുന്ന നമ്മുടെ അതെ വിഷയങ്ങളെ കണ്ട് ആ കഷ്ടതയ്ക്കകത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു നല്ല ദൈവം. ഹല്ലേലൂയ. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എന്റെ പാറയായുള്ളവേ, നീ എന്നെ കേൾക്കാതിരിക്കരുതേ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങി പോകുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. പലരും ചിന്തിച്ചു, അയ്യോ ഞാൻ ഈ വർഷം ആമേൻ ഇതിന്റെ പകുതിയായപ്പോഴേക്ക് ചിന്തിച്ചു, അതെ ഇവിടെ ഞാൻ തീരും. എന്നാൽ നിന്റെ ചിന്തകൾക്ക് അപ്പുറമായി ഈ വർഷത്തിന്റെ അവസാന ദിവസത്തിന്റെ തലേ രാത്രിയിലും അതെ ജീവൻ ഇരിപ്പാൻ അതെ ഇന്നലകളിൽ നിന്റെ കണ്ണുനീരിനെ അതെ കണ്ട് ഇറങ്ങി വന്ന് പ്രവർത്തിച്ച അത്ഭുതകരമായി നടത്തിയ ദൈവത്തിന്റെ ആ വീതങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് അതോട് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം നാളിൽ വരുന്നവേ അത്ഭുതകരമായി നടത്തിയ വിധങ്ങളെ ഓർക്കാം. എങ്ങനെ മൗനമായി ദൈവസന്നിധിയിലേക്ക് ഞാൻ കൈകളെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ആമേൻ ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എന്റെ യാതനകളുടെ ശബ്ദം കേൾപ്പിക്കണമേ. ഹല്ലേലൂയ. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, യഹോവയോട് ഞാൻ യാചിച്ചു. ഹല്ലേലൂയ. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. പ്രാർത്ഥന 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 മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, പുറവിൽക്കാതെ. ഹല്ലേലൂയ. എന്ത് വിഷയമാകട്ടെ സ്തോത്രത്തോടെ അതെ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുക, പ്രാർത്ഥിക്കുക. ആകെ മൊത്തം ടോട്ടൽ പ്രാർത്ഥന മാത്രം. ഹല്ലേലൂയ. ദൈവപൈതലേ, നിന്നെ ആമേൻ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ, നിന്നെ വെല്ലുവിളിക്കുമ്പോൾ ദൈവസന്നിധി നീതിയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായ നീതിമാന്റെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന നീതിമാനായ ദൈവം നിനക്ക് വേണ്ടി ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവം ഇന്ന് രാത്രി കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ദൈവം ആമേൻ ഇവിടെ പറയുന്ന ആമേൻ മഹത്തായതും ആമേൻ അന്വേഷിക്കാവുന്നതുമായ കാര്യങ്ങൾ. ഹല്ലേലൂയ. അതെ എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും. ഹല്ലേലൂയ. ആമേൻ. എന്റെ ബലമായ യഹോവയെ ഞാൻ എന്ത് ചെയ്യും? സ്നേഹിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന എന്റെ ദൈവം ബലവാനാണ്. ഹല്ലേലൂയ. യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകുന്നു. എന്റെ ഹൃദയം അവങ്കിൽ ആശ്രയിച്ച് എനിക്ക് സഹായം ലഭിച്ചു. അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. ഈ 2000 ആണ്ട് ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കേ. പലരും ബലഹീനരായി പോയപ്പോൾ, പലരും അശക്തരായി പോയപ്പോൾ, പലരും ക്ഷീണിതരായി പോയപ്പോൾ, പലരും തകർന്നു പോയപ്പോ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവം ബലഹീനനായി നിന്നെ താങ്ങി നടത്തിയ, ബലപ്പെടുത്തി നിർത്തിയ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ എത്രമാത്രം ദൈവ പ്രവർത്തിയ ദൈവവൈതലേ നിന്റെ ജീവിതത്തിൽ ഈ ഒരു വർഷം ദൈവം ചെയ്തത്. ഹല്ലേലൂയ. പ്രാർത്ഥന ഒന്ന് മാത്രമല്ലേ നാം ഇതുവരെ ആയിരിക്കാൻ ഇടയായിത്തീർന്നത്. നമ്മുടെ പണമോ നമ്മുടെ കഴിവോ നമ്മുടെ പ്രാപ്തിയോ ഒന്നും ആയിരുന്നില്ലല്ലോ. ഹല്ലേലൂയ. ആമേൻ. അതെ, സൈന്യങ്ങളല്ല, കോട്ടകളല്ല,
ശക്തിയോ തന്ത്രങ്ങളോ അല്ല, മറിച്ച് ദൈവം തന്നെയാണ് തന്റെ ജനത്തിന്റെ അഭയവും ശക്തിയും സഹായവും. ഹല്ലേലൂയ. അതുകൊണ്ട് പലരും സൈന്യബഹുത്വത്താൽ, ഹല്ലേലൂയ, പലരും അതേ സംഘടനയുടെ ശക്തിയാ, പലരും അതേ മനുഷ്യ ശക്തിയെ, അതേ തന്ത്രങ്ങളെയും മന്ത്രങ്ങളെയും ഒക്കെ ആമേൻ ആശ്രയിച്ച് ജീവിക്കുവാൻ ശ്രമിച്ചപ്പോൾ സർവശക്തനായ ദൈവം ആരെന്നറിഞ്ഞ് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ തകർന്നു പോകുവാൻ അനുവദിക്കാതെ തകർക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് ആമേൻ സുരക്ഷിതമായി അതേ നമ്മൾ ആയിരുന്നെടുത്ത് നമ്മെ താങ്ങി നിർത്തിയ, കൈപിടിച്ച് നടത്തിയ നല്ല ദൈവത്തെ ഇന്ന് രാത്രി രുചിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. നാം പ്രാരംഭ തിരുവഴുത്തിൽ നാം വായിച്ചത് ഇങ്ങനെയാണ്. ആമേൻ. വിളിക്കാൻ, ആമേൻ, അതെ, വിളി കേൾക്കാൻ തയ്യാറായ, വിളിച്ചാൽ വിളി കേൾക്കാൻ തയ്യാറായ ഒരു ദൈവത്തെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ആമേൻ. അവൻ ഉത്തരം നൽകുന്ന ദൈവമാണ്. അവൻ ഉത്തരം നൽകുക മാത്രമല്ല, നമുക്കറിയാത്ത മഹത്തായതും ശക്തവുമായ കാര്യങ്ങൾ അവൻ കാണിച്ചു തരും. ഹല്ലേലൂയ. നമ്മെ ആശ്വസിപ്പിക്കാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ദൈവം തന്റെ വചനം, ആമേൻ, തന്റെ ആത്മാവിനാൽ യഥാസമയങ്ങളിൽ നമ്മെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം വെളിപ്പെടുത്തുവാൻ കൊണ്ടമിടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ അതേ വിവിധമാകുന്ന കഷ്ടങ്ങളിലൂടെ, വേദനകളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നുപോയ അനേകരുണ്ട്. ഹല്ലേലൂയ. ഈ ഒരു വർഷത്തിന്റെ ഓരോ മാസവും, ഓരോ ദിവസവും, ഓരോ മണിക്കൂറുകളും, ഓരോ മിനിറ്റുകളും, ആമേൻ, വിവിധമാകുന്ന പ്രയാസങ്ങളിലൂടെ, കഷ്ടതകളിലൂടെ, പ്രതിബദ്ധതയിലൂടെ കടന്നുപോയ അനേകരുണ്ട്. ഇന്ന് പകലിലും അപ്രകാരമായിരിക്കുന്ന അനേകരുണ്ടായിരുന്നു. ഈ സമയവും ഒരുപക്ഷെ താങ്കൾ വിവിധമാകുന്ന വിഷയത്തിലൂടെ ഭാരപ്പെട്ട്, പ്രയാസപ്പെട്ട് അതേ സഞ്ചരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഹല്ലേലൂയ. ആമേൻ. അതെ, ഈ സാഹചര്യത്തിൽ ദൈവത്തെ വിളിക്കുവാൻ അതെ താങ്കൾ തയ്യാറായ, അല്ല ഏതെങ്കിലും ഒരു വ്യക്തി തയ്യാറായ, ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് ആമേൻ അതെ അകറ്റുവാൻ തക്കവണ്ണം ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉയർന്നു പോകുമ്പോൾ മടുത്തു പോകാതെ ആമേൻ പ്രാർത്ഥിപ്പാൻ ആര് തയ്യാറാകുമോ ആ പ്രാർത്ഥിക്കുന്നവരുടെ നിലവിളി കേട്ട് പ്രവർത്തിക്കുന്നവരായ ദൈവത്തിന്റെ കരം ശത്രുക്കളുടെ മുമ്പാകെ അതെ നീതിയോടെ ചലിക്കുന്നത് കാണുവാൻ കണ്ണുകൾക്ക് ഭാഗ്യവും അനുഭവിപ്പാൻ ആയുസ്സും ആരോഗ്യവും സ്വർഗ്ഗം നൽകി തരുവാനൊക്കെ കൊണ്ടമിടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. വെല്ലുവിളികളെ ഒരിക്കലും ആമേൻ നമ്മുടെ ജീവിതത്തിൽ പരാജയത്തിന് അവസരമായി ആമേൻ അതെ ബലപ്പെടുവാൻ അല്ലെങ്കിൽ വെളിപ്പെടുവാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ. അവർ ആമേൻ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഓരോ വെല്ലുവിളികളെയും ആമേൻ അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ ഉതകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മേൽ ഉയരത്തിൽ അഭിഷേകവും ഉയരത്തിലെ കൃപയും നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കാരണം 46 സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നത്, ദൈവം നമ്മുടെ സങ്കേതമാ, ബലമാ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാ. ഇന്ന് രാത്രി കഷ്ടതയ്ക്കകത്ത് കഠിനമായ ശോധനയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? താങ്കളോട് ഏറ്റവും അടുത്ത് വരുന്നത് ആരാ? കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന സർവശക്തനായ ദൈവമാ. ആമേൻ. ഈ കഷ്ടതയ്ക്കകത്ത്, ഈ വേദനയ്ക്കകത്ത്, ഈ പ്രതികൂലത്തിനകത്ത് ഒരുപക്ഷെ പരിമിതിയുള്ള ഭർത്താവും ഭാര്യയും മക്കളും മാറി നിൽക്കാം. എന്നാൽ പരിമിതിയില്ലാതെ നീ അനുഭവിക്കുന്ന കഷ്ടതയ്ക്കകത്ത്, ഈ തീച്ചൂളയ്ക്കകത്ത്, ഈ പെരുവെള്ളത്തിനകത്ത് ഇറങ്ങി വന്ന് അത് നദി നിന്നെ മുക്കാതെ, തീ നിന്നെ ദഹിപ്പിക്കാതെ മുമ്പോട്ട് നയിപ്പാൻ കൂടെ ഇരിക്കുന്ന ഒരു നല്ല ദൈവം. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് പിതാവിന് മഹത്വം കൊടുത്താട്ട്. ആമേൻ. അതെ, ഇസ്രായേൽ ഈജിപ്തിൽ അടിമകളായിരിക്കും. അവർ ദൈവത്തോട് നിലവിളിക്കുകയും ചെയ്തപ്പോൾ അവരെ വിടുവിക്കുവാൻ മോശെ ദൈവം അയക്കുകയാണ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ താങ്കൾ അനുഭവിക്കുന്ന ആമേൻ കഷ്ടത കാണുന്ന ഒരു ദൈവമുണ്ട്. അത് കഷ്ടത കാണുക മാത്രമല്ല, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി എന്ന് അത് നിന്റെ അയൽപക്കംകാർ
കുടുംബക്കാരാകട്ടെ, നിന്റെ ദേശക്കാരാകട്ടെ, നിന്റെ ചാർച്ചക്കാരാകട്ടെ, ആരുമാകട്ടെ, അവരുടെ പുറകിൽ വ്യാപരിക്കുന്ന ഈവിൽ സ്പിരിറ്റ് അല്ലെങ്കിൽ പൈശാചിക പ്രവൃത്തി നിമിത്തം നിങ്ങളെ ദണ്ഡിപ്പിക്കുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്ന സമസ്ത മേഖലകളിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ആ പ്രശ്നത്തെ കണ്ട് മൗനമായിരിക്കുന്നവനല്ല, അടങ്ങിയിരിക്കുന്നവനല്ല നാം ആരാധിക്കുന്ന ദൈവം. ആമേൻ. ആ നിലവിളി കേട്ട് അതേ സങ്കടങ്ങൾ അറിയുന്ന ദൈവം. ഹല്ലേലൂയ. അതേ മരുഭൂമിയില് ആ ഇസ്മായേലിന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് അമ്പമ്പാട് ദൂരത്ത് മാറിയിരുന്ന് കരയുന്ന ആഗറിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു പക്ഷേ തലമുറകളുടെ അവസ്ഥ കണ്ട് മാറത്തടിച്ച് കരയുന്ന ഒരു മാതാവോ പിതാവോ ആണോ താങ്കൾ? മരുഭൂമിയുടെ അനുഭവമാണോ? അതേ ഒന്നുമില്ലാത്ത അവസ്ഥയാണോ? ചുട്ടുകൊള്ളുന്ന അനുഭവമാണോ? കയ്യില് ഒന്നുമില്ലാത്ത അവസ്ഥയാണോ? എങ്ങനെ മുമ്പോട്ട് കുഞ്ഞിന്റെ ഭാവി, കുഞ്ഞിന്റെ വിഷയം എങ്ങനായി തീരുമെന്ന് ചിന്തിച്ച്, അല്ല ആ കടം, ആ പ്രതികൂലം, ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യുമെന്ന് ചിന്തിച്ച് ആമേൻ ഒതുങ്ങിക്കഴിയുന്ന നിലവിളിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? ഇന്ന് രാത്രി താങ്കളുടെ നിലവിളി കേട്ട് അത് പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവം, ആരും തുറക്കാത്ത വാതിൽ അത് താങ്കൾക്ക് വേണ്ടി തുറക്കുവാൻ ശക്തനായ ഒരു ദൈവം ഇന്ന് രാത്രി ജീവിക്കുന്നു. ആ കർത്താവിനെ വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം നൽകിയിട്ടുണ്ട്. ആ അധികാരത്തിലായി തീർന്നിരിക്കുന്ന ഒരു ദൈവ പൈതല് ക്ഷീണിച്ചു പോകുവാൻ അനുവദിക്കുന്നവനല്ല. ഇന്ന് രാത്രി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ആമേൻ ദൈവം. ഹല്ലേലൂയ. ആമേൻ. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ആ ദേശത്ത് നിന്ന് നല്ലതും അതേ വിശാലവുമായ ഹല്ലേലൂയ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ആമേൻ ഈ പ്രതിബദ്ധതകളുടെ നടുവിൽ, ആമേൻ അതേ ജീവിതത്തിൽ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് അതേ ശാപത്തിനും പാപത്തിനും കണ്ണുനീരിനും ദുഃഖത്തിനും അടിമകളായി കഴിയുന്നവരെ നിത്യജീവൻ അവകാശിയാക്കുവാനാണ്. ആ സ്വർഗീയ പർദീസയിലേക്ക് അതെ നമ്മെ ഉയർത്തുവാനാണ്. ഇന്ന് രാത്രി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കുക. ആമേൻ. പാപത്തിൽ നിന്ന് പാപിയെ സ്നേഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, അതെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു മടങ്ങി വരുവാൻ സമയമായി കൊണ്ടിരിക്കുകയാണ്. അവന്റെ വരവിങ്കിൽ സഭ ഇവിടുന്ന് എടുക്കപ്പെടുമ്പോൾ നാമും എടുക്കപ്പെടുവാൻ, ആ സഭയുടെ അംഗമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ വിശുദ്ധ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഇരട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദാവീദിനെ ദൈവം വിളിച്ചു. ഹല്ലേലൂയ. അതെ ഹന്ന അവനെ വിളിച്ചു. ഹല്ലേലൂയ. ആമേൻ. അവൻ ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. അതെ പത്രോസ് അവനെ വിളിച്ചു. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾക്ക് ഇന്ന് രാത്രി അവനെ എന്ത് ചെയ്യാം? വിളിച്ചപേക്ഷിക്കാം. ഹല്ലേലൂയ. ദാവീദ് അവനെ വിളിച്ചു, അന്ന അവനെ വിളിച്ചു. ഹല്ലേലൂയ. പത്രോസ് അവനെ വിളിച്ചു. എന്നാൽ ദൈവം വിളിച്ചവരുണ്ട്. അബ്രഹാമിനെ ദൈവം വിളിച്ചു. ഹല്ലേലൂയ. ശൗമേലിനെ ദൈവം വിളിച്ചു. ഹല്ലേലൂയ. ശൗലിനെ അതേ ദൈവം വിളിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ദൈവം വിളിച്ച അനേക ഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇവിടെ ഇതാ ഹല്ലേലൂയ ദാവീദ് ദൈവത്തെ വിളിക്കുകയാണ്. എന്റെ കഷ്ടതയിൽ മരണവാസകൾ എന്നെ ചുറ്റി, പാതാളങ്ങൾ എന്നെ പിടിച്ചു, കഷ്ടവും സങ്കടവും ഞാൻ അനുഭവിച്ചു. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. എന്റെ ഈ അവസ്ഥയിൽ ഞാൻ ദൈവത്തോട് നിലവിളിച്ചു. അവൻ എനിക്ക് വിശാലത വരുന്നു. ഹല്ലേലൂയ. ഹന്ന നിന്ദിക്കപ്പെട്ടവളാണ്. കുടുംബത്തിൽ ഒരു ദിവസം പോലും സ്വസ്ഥതയില്ല. അവൾ നാട്ടുകാരെയല്ല വിളിച്ചത്, അവൾ നേതാക്കന്മാരെയല്ല വിളിച്ചത്, അവൾ കൂട്ടുകാരെയല്ല വിളിച്ചത്, അവൾ സഹപാഠിയെയല്ല വിളിച്ചത്. അവളുടെ പ്രശ്നത്തിൽ പരിഹാരം നൽകുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ അവൾ അതേ മുഴങ്ങാൽ മടക്കി കരഞ്ഞ് നിലവിളിച്ചപ്പോൾ ആലയത്തിലെ പുരോഹിതൻ അത് തിരിച്ചറിയാതെ സംസാരിച്ചു. ഹല്ലേലൂയ. അക്കാലത്ത് ആലയത്തിലെ പുരോഹിതനുണ്ടായിരുന്നു. ആ പുരോഹിതനെ ആയിരുന്നില്ല അതെ അന്നെ വിളിച്ചത്. ഇന്ന് രാത്രി കഷ്ടതയിലൂടെ, വേദനയിലൂടെ, പ്രതികൂലത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ നീ ആരെയാ വിളിക്കുന്നത്?
ഹല്ലേലൂയ. ആമേൻ. അതെ, പത്രോസ് അവനെ വിളിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ നമുക്കും ഈ കർത്താവിനെ വിളിക്കുവാൻ ആമേൻ പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ നമുക്ക് അവസരം നൽകി തരികയാണ്. ഇന്ന് രാത്രി ആരവനെ വിളിക്കുന്നുവോ ആമേൻ വിളിക്കുന്നവർ ലജ്ജിച്ചു പോകുവാൻ ഇടയാകാതെ അവർ തല ഉയർത്തത്തക്ക വിധത്തിൽ പ്രവർത്തി വരുവനായ ദൈവത്തിന്റെ കരം ആമേൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ചലിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. സഹായത്തിനുള്ള ആ കൃപ കണ്ടെത്താനായി ഹല്ലേലൂയ തന്റെ സിംഹാസനത്തിലേക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലുവാൻ ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാകും? എബ്രായലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. അതെ, കൃപയുടെ സിംഹാസനം. ആമേൻ. അതെ, കൃപയുടെ സിംഹാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. പലപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയാതെ പാപം ചെയ്ത് വൃക്ഷത്തിന്റെ മറവിൽ ഒളിഞ്ഞിരുന്ന ആമേൻ ആദമിനെ പോലെ ആമേൻ പലരും പല കുടുംബങ്ങളും അതെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഹല്ലേലൂയ. അവരുടെ കുടുംബത്തിൽ ശാപം ഉണ്ടാകും. തലമുറകൾ കൊലപാതകന്മാരാകും. അതുകൊണ്ട് പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന സർവകൃപാലുവായ ദൈവത്തോട് ചേർന്നിരിപ്പാൻ ഇന്ന് രാത്രി ആഴമേറി സമർപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചില തലമുറകളോടുള്ള ബന്ധത്തിൽ ചില കൂടപ്പറപ്പിനോടുള്ള ബന്ധത്തിൽ നീതിയുടെ കരം വെളിപ്പെടുന്ന രാത്രിയായി മാറുകയെ. ഹല്ലേലൂയ. അത് കൃപയുടെ സിംഹാസനം. ആമേൻ. അത് പ്രപഞ്ചത്തെ ഭരിക്കുവാൻ ദൈവത്തിന്റെ സിംഹാസനം നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തു ആമേൻ അതെ അവന്റെ അരികിൽ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അത് 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ അവനവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവരുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇപ്പോഴായിരിക്കുന്നത് പിതാവിന്റെ വലതുഭാഗത്ത്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാൻ ജയിച്ചു, എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ഈ ഭൂമിയിൽ ആമേൻ 2020 വർഷങ്ങൾക്കപ്പുറം ജനിച്ച ലോക രക്ഷകനായ യേശു ക്രിസ്തു പരാജയപ്പെട്ട് കാണുവാൻ അവന്റെ ചുറ്റും ആക്രോശിച്ച് നിലവിളിച്ച ലോക ജനതയുടെ മുമ്പിൽ അവൻ പരാജയപ്പെട്ട് ആമേൻ മണ്ണിൽ അതേ മൺമറഞ്ഞവര് പോലെ മൺമറഞ്ഞ് ഒതുങ്ങി തീരുവാൻ ദൈവം അനുവദിച്ചില്ല. അവിടുന്ന് ഒരു ഉയർപ്പ് സ്വർഗം നൽകി. ഇന്ന് രാത്രി അത് വിശ്വാസത്തോടെ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവ മക്കളെ ഈ ഭൂമിയിൽ മണ്ണോട് മണ്ണായി ഒതുങ്ങി തീരുവാൻ ദൈവം ആഗ്രഹിക്കാതെ അത് നിത്യജീവന്റെ അവകാശികളായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവ മക്കൾ ആമേ അതെ നിദ്ര കൊണ്ടവരുടെ കൂടെ ഈ ഭൂമിയിൽ അടക്കം ചെയ്യപ്പെട്ടാലും കല്ലറുകളെ ഭേദിച്ച് അതേ കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് അന്ത്യാകാശത്തിൽ വരുമ്പോൾ ആമേൻ ക്രിസ്തുവിൽ മരിച്ചവർ അതേ അക്ഷരായി ഉയർക്കുമ്പോൾ ആമേൻ ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ അതേ എടുക്കപ്പെടും, പ്രത്യക്ഷപ്പെടും. ഈ പ്രത്യാശയുള്ള ദൈവജനം ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള അവന്റെ ത്യാഗം നിമിത്തം കൃപ ഇപ്പോൾ വാഴുന്നു. ഇന്ന് രാത്രി കൃപയാൽ കൃപ ലഭിച്ചവർ അതെ എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നവനാകുന്നു. അവൻ ഇന്ന് രാത്രി അതേ കൃപ പ്രാപിച്ച ദൈവമക്കളെ കഷ്ടതയുടെ നടുവില് വേദനയുടെ നടുവില് പ്രതിസന്ധിയുടെ നടുവില് തകർന്നു പോകാതെ ജയത്തിൽ പാട്ടുകൾ പാടി ഉല്ലാസത്തോടെ മുമ്പോട്ട് പോകുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ദൈവമക്കളുടെ മേൽ പകരപ്പെടുന്ന ഒരു അന്ത്യകാല അഭിഷേകം ഇന്ന് രാത്രി അത് പ്രാപിച്ചുകൊണ്ട് ജയത്തിന്റെ പാട്ടുകൾ പാടി ഉല്ലാസത്തോടെ നീതിയോടുകൂടെ ആ നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ദൈവ പൈതലേ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ആഴമേറി സമർപ്പിക്കപ്പെട്ട മറിയയുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ച വേദന ആമേൻ. ഒന്നാമത് തന്റെ ഭർത്താവ് തന്നെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ അതേ ആലോചിച്ചു. ഹല്ലേലൂയ. നോക്കണമേ, ആഴമേറിയ സമർപ്പണത്തിന്റെ തൊട്ട് മുമ്പ് ഹല്ലേലൂയ ദൂതൻ അവളുടെ റൂമിലിറങ്ങി കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന് പറഞ്ഞപ്പോ എന്തൊരു വന്ദനം! ഭയപ്പെടേണ്ട, അത് ദൈവം നിന്നോട് കൂടെയുണ്ട്, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി കൃപ ലഭിച്ചവളെ വന്ദനം
വരണമെന്ന് പറഞ്ഞ് റൂമിലിറങ്ങിയ ദൂതൻ അവൾക്ക് ധൈര്യം കൊടുത്തെങ്കിലും അവളുടെ ചുവട് വെച്ചപ്പോൾ അവളുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ, തന്റെ ഭർത്താവ് തന്നെ അതേ ഉപേക്ഷിക്കത്തക്ക വിധത്തിൽ പിശാച് അവളുടെ അകത്ത് ഇടപെട്ടു. എന്നാൽ ആഴമേറിയ സമർപ്പണത്തിൽ ആമേൻ ആയിരിക്കുന്ന ഹല്ലേലൂയ മറിയയോട് ചേർന്ന് നിൽക്കേണ്ട തന്റെ ഭർത്താവ് ആമേൻ തന്നോട് ചേർന്ന് നിന്ന് തന്നെയും കൂട്ടിക്കൊണ്ട് ആമേൻ 90 മൈൽ ദൂരമുള്ള ബേത്ലഹേമിൽ ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ക്രിസ്തു ജനിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിന്റെ നിവൃത്തിയായതുകൊണ്ട് 7 ദിവസം ദൂരമുള്ള ബേത്ലഹേമിലേക്ക് അതേ കഴുതയുടെ പുറത്ത് കയറി യാത്ര ചെയ്തു. എന്നാൽ അതേ ദൈവത്തിന്റെ നിശ്ചയം, ദൈവത്തിന്റെ പദ്ധതി നടപ്പാകേണ്ട സമയമായതുകൊണ്ട് വഴിയിൽ പ്രസവിച്ചു. ആ വഴി അമ്പലത്തിൽ കിടത്തുവാൻ സ്ഥലമില്ലായക കൊണ്ട് ആമേൻ പശുത്തൊഴുത്തിൽ കിടത്തി. ഹല്ലേലൂയ. നോക്കണമേ, ഇതുപോലെ ആമേൻ ഭാഗ്യം കെട്ടവളെന്ന് ലോകം പറയത്തക്ക വിധത്തിൽ അവളുടെ ജീവിതത്തിൽ ഒരു തലമുറ ഉണ്ടായപ്പോൾ ഹല്ലേലൂയ അതെ, എന്നാൽ അവളെ ലോകം ഭാഗ്യവതി എന്ന് പുകഴ്ത്തുമെന്ന ദൂത് കേട്ടത് ദൂത് നിറവേറി. എന്നാൽ ദൂത് നിറവേറുന്നതിന് മുമ്പ് അവളുടെ ജീവിതത്തിൽ അവൾ വ്യക്തിപരമായി അനുഭവിച്ച ചില വേദനകൾ, ചില ഒറ്റപ്പെടലുകൾ, ചില സ്വാതന്ത്ര്യക്കുറവുകൾ, ഇതെല്ലാം നന്മയ്ക്കാക്കി തീർത്ത സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ആഴമേറിയ സമർപ്പണത്തിനുടമയായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ലോകത്തിന്റെ ദൃഷ്ടിക്ക് അമേൻ ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലയില. എന്നാൽ ദൈവത്തിന്റെ ആ കാര്യപരിപാടി ആർക്കും ചിന്തിച്ചാൽ പിടി കിട്ടാത്ത വിധത്തിലാണ്. നോക്കിക്കേ, ലോകം അറിയപ്പെട്ടിട്ടുള്ള മഹാനായ യേശുക്രിസ്തുവിനെ ഉദരത്തിൽ ഏറ്റുവാങ്ങി ലോകത്തിന് അതേ വെളിപ്പെടുത്തുവാൻ കൃപ ലഭിച്ച മറിയ സമർപ്പിക്കപ്പെട്ടപ്പോൾ അവളുടെ ജീവിതത്തിൽ അവൾക്ക് അനുഭവിക്കുവാൻ പറ്റുന്നതിനെക്കാട്ടിലും അധികമായുള്ള വേദനകളും ഭാരങ്ങളും സഹനങ്ങളുമായിരുന്നു. എന്നാൽ കൃപയുള്ളവൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കൃപ നിന്റെ മേലുണ്ടോ? നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ അത് സിമ്പിളായി കണ്ടുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണമിടയായി തീരും. വിശ്വസിക്കുന്നവർ കരപടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആമേൻ. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. നിങ്ങൾ ന്യായപ്രമാണത്തിലല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. ഹല്ലേലൂയ. നമുക്ക് ഇപ്രകാരം ദൈവകൃപയിൽ ശരണപ്പെട്ട് ജീവിക്കുവാൻ പിതാവായ ദൈവം നൽകിയിരിക്കുന്ന ഇത്ര വലിയ ദൈവകൃപ അനുഭവിക്കുന്ന ദൈവമക്കളെ, ഈ 2020 നാം അഭിമുഖീകരിച്ച അനവധി പ്രശ്നങ്ങളുണ്ട്, അനവധി പ്രതികൂലങ്ങളുണ്ട്. എന്നാൽ അതിലൊന്നും തകർന്നു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. ഇനി 2021 എന്തെല്ലാമാണ് നമ്മൾ അഭിമുഖീകരിക്കുവാൻ പോകേണ്ടതെന്ന് നമുക്കറിയത്തില്ല. എന്ത് തന്നെ വന്നാലും അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള ഉയരത്തിലെ കൃപ തന്റെ മക്കളുടെ മേൽ കൊടുത്താട്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ആമേൻ അതെ നൽകി തരുവാൻ അത് ദൈവശക്തരാ. പക്ഷേ ആവശ്യമുള്ളതെല്ലാം ദൈവത്തിലേക്ക് ആമേൻ കേന്ദ്രീകരിച്ച് അവനോട് ചോദിച്ച് വാങ്ങുവാൻ കടപ്പെട്ടവരാണ് ഞാൻ നിങ്ങൾ. മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഹല്ലേലൂയ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. പ്രാർത്ഥനയുടെ ആമേൻ ആദ്യ ഭാഗത്ത് 2 കാര്യം. ഒന്ന്, ഹല്ലേലൂയ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇന്ന് ഭൂമിയിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ എന്റെ നിങ്ങളുടെ ഇഷ്ടം നടന്നു കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരല്ലേ ഞാനും നിങ്ങളും? എന്നാൽ യേശു കർത്താവ് തന്നെ അനുഗമിക്കുവാൻ സമർപ്പിക്കപ്പെട്ട അത് തന്റെ ജനത്തോട് ഇങ്ങനെ പറഞ്ഞത്, നിങ്ങളുടെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. മറിയുടെ ആഴമേറിയ സമർപ്പണം ഒന്ന് ശ്രദ്ധിച്ച്, ഇതാ നിന്റെ ദാസ, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവഹിതം എന്തോ അത് എന്നിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ തലമുറയിൽ, എന്റെ ജീവിത പങ്കാളി സമസ്ത മേഖലകളിൽ അത് നിറവേറട്ടെ. നീതിയും രാജ്യവും അന്വേഷിപ്പിൻ, ഇതോടുകൂടെ ഇതെല്ലാം ലഭിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം, നാളത്തേക്കുള്ള ആഹാരം, അടുത്ത വർഷത്തേക്കുള്ള ആഹാരം തരണമേ എന്നല്ല,
ഇന്ന് ഞങ്ങൾക്കുള്ള ആഹാരം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താറില്ല, ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ഹല്ലേലൂയ. ഇന്നും ഈ ഭൂമിയിൽ പ്രാർത്ഥിപ്പാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ, യാചിപ്പി എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പി നിങ്ങൾ കണ്ടെത്തും, മുട്ടുവി എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുന്നു. മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദോഷികളായ നിങ്ങളുടെ അതെ പിതാക്കന്മാർ നിങ്ങളുടെ മക്കളോട് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഹല്ലേലൂയ, സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം നിങ്ങൾക്ക് അവന്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യം പണത്തെക്കാൾ ഉപരി, പ്രതാപത്തെക്കാൾ ഉപരി, മറ്റ് സ്ഥാനമാനങ്ങളെക്കാൾ ഉപരി ദൈവത്തിന്റെ ആത്മാവാണ്, ദൈവത്തിന്റെ കൃപയാണ് ആവശ്യമായിരിക്കുന്നത്. കൃപയുള്ളവർക്ക് ആത്മാവുള്ളവർക്ക് പ്രതികൂലത്തിന്റെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തുള്ളൂ. പണമുള്ളവർ, കഴിവുള്ളവർ, പ്രാപ്തിയുള്ളവർ പലരും തകർന്നു പോയപ്പോ ആത്മാവുള്ള, കൃപയുള്ള, അഭിഷേകമുള്ള ദൈവ പൈതലേ, നീ തകർന്നു പോകാതിരിക്കുന്നത് നിന്റെ പണത്തിന്റെ മിടുക്ക് കൊണ്ടല്ല, നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ ശ്രേഷ്ഠതകൾ കൊണ്ടല്ല, കർത്താവിന്റെ കൃപയൊന്നു മാത്രമാണ്. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമോ വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. പ്രിയമുള്ളവരെ, പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന അളവിലും ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലും നമുക്ക് ജീവിക്കുവാനോ നമുക്ക് ദൈവത്തോട് ചോദിക്കുവാനോ കഴിയാതെ നാം പലരും അതേ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുകയാണ്. ഇന്ന് രാത്രി അതേ സന്തോഷം പൂർണ്ണമാകുവോളം നമുക്ക് നൽകി തരുവാൻ ദൈവം ശക്തരാണ്. ഹല്ലേലൂയ. നമ്മുടെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ കരുണയും കൃപയുമാണ്. പാപത്തെ ചെറുക്കുവാൻ ഹല്ലേലൂയ നാം ശക്തരായിരിക്കണം. പാപം ചെയ്താൽ അത് ക്ഷമിക്കപ്പെടുവാൻ ഹല്ലേലൂയ ദൈവം ശക്തനായി ആമേൻ പാപം ചെയ്ത ദേഹി മരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ പാപം കടിച്ചുമപ്പായിരുന്നാൽ അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിയുന്ന കർത്താവിന്റെ മുമ്പിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുത്ത്, ഞാനൊരു പാപിയായ എന്നെ രക്ഷിപ്പാനാ അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ള ആ സത്യം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ നീ തയ്യാറായ നിശ്ചയമായും നീ ലജ്ജിക്കപ്പെടേണ്ടി വരില്ല. ആമേ, നീ തകർന്നു പോകേണ്ടി വരില്ല. നിത്യജീവൻ നിനക്ക് ദാനമായി അതേ നിത്യത ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. കൃപ ആമേ നമുക്ക് നൽകുവാൻ കഴിയുന്ന ആമേ അതേ ഒരേ ഒരു ദൈവം ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തിയ പിതാവായ ദൈവമാണ്. ഹല്ലേലൂയ. കൃപ നമ്മുടെ ബലഹീനതയിൽ പരാജയപ്പെടുമ്പോൾ നമുക്ക് അനുകമ്പയും ഹല്ലേലൂയ നമുക്ക് കരുണയും ആവശ്യമായി വരുന്ന സമയത്ത് ഉയരത്തിൽ നിന്ന് ദൈവം ദാനമായി നൽകുന്നത് അതാണ് കൃപ. ഹല്ലേലൂയ. നാം പ്രപഞ്ചത്തിന്റെ സിംഹാസനത്തിൽ ഹല്ലേലൂയ അതേ വരാതെ വരുന്നതിനാൽ ഹല്ലേലൂയ നിലനിൽക്കുന്ന ഒരു ശക്തിക്കും നമുക്ക് ആവശ്യമുള്ളത് നൽകുന്നതിൽ നിന്ന് ദൈവത്തെ തടയുവാൻ കഴിയില്ലെന്ന് നമുക്ക് എന്ത് ചെയ്യണം? തിരിച്ചറിവുണ്ടായിരിക്കണം, നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അത് കൃപയുടെ സിംഹാസനമായതിനാൽ നമുക്ക് ആവശ്യമുള്ളത് നൽകാൻ അവിടുന്ന് ആമേൻ സന്നദ്ധനാണെന്ന് ആമേൻ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിശാചിന് നമ്മെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. കൃപയുടെ ആമേൻ പെട്ടകം ഇരിക്കുന്നിടത്ത് ഹല്ലേലൂയ ആ കൃപാസനത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ആമേൻ പെട്ടകത്തിനകത്ത് മന്ന ഇട്ടുവെച്ചിരിക്കുന്ന പാത്രം. ഹല്ലേലൂയ. എന്താണ് ഈ മന്ന ഇട്ടുവെച്ചിരിക്കുന്ന പാത്രം പറയുന്നത്? കഷ്ടത കണ്ട്, നിലവിളി കണ്ട്, സങ്കടം കണ്ട് ഇറങ്ങി വന്ന മോശയിലൂടെ ആ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് മരുഭൂമിയിലൂടെ ആമേൻ നടന്നു വരുന്ന ജനം മരുഭൂമിയിൽ പട്ടുപോകാതെ വിശന്ന് തളർന്നു വീഴാതെ അവർ പ്രാർത്ഥിച്ചില്ല, അവർ ഉപവസിച്ചില്ല, അവർ മോശയ്ക്കെതിരെ പിറുപിറുക്കുവാൻ തുടങ്ങി. എന്നാൽ ആ പിറുപിറുപ്പിന്റെ നടുവിൽ മോശ ദൈവമുഖത്തേക്ക് നോക്കി നിലവിളിച്ചു. ഹല്ലേലൂയ. ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് മന്ന അവരുടെ കൈകൊണ്ട് പെറുക്കി ഭക്ഷിക്കത്തക്ക വിധത്തിൽ ദൈവം കൊടുത്തു.
ഇത് വരും കാലത്ത് തലമുറകൾ മനസ്സിലാക്കി ഇതെന്തെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തെ വിശ്വസിച്ചിറങ്ങിത്തിരിച്ച ദൈവജനത്തിന് മരുഭൂമിയിൽ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് വർഷിപ്പിച്ച ആഹാരമാണ് ഇതെന്ന് വരും തലമുറ ആമേൻ മനസ്സിലാക്കുവാൻ അത് പെട്ടകത്തിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കൃപയുടെ ആമേൻ അതേ അനുഭവത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അതെ ഇന്നലകളിൽ ഇറങ്ങിത്തിരിച്ച ദൈവജനത്തിനു വേണ്ടി തീയുടെ ബലത്തെ കെടുത്തിയവൻ, ചങ്ങടിനെ വിഭാഗിച്ചവൻ, യോർദാനെ ആമേൻ അതെ ഭക്ഷിച്ചവൻ, രാത്രി അതെ തലമുറകൾ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. അവിശ്വാസത്തോടെ ആമേൻ നമ്മെ മുമ്പോട്ട് നയിക്കുവാൻ കഴിയുന്ന, വിശ്വാസത്തോടെ അവിടുത്തെ മുമ്പിലേക്ക് അടുത്തു ചെല്ലുവാൻ കഴിയുന്ന ഹല്ലേലൂയ ഒരു ആത്മമണ്ഡലം ദൈവം തുറന്ന് തരുമ്പോൾ ഹല്ലേലൂയ മടികൂടാതെ ദൈവ സന്നിധിയിലേക്ക് അടുത്തു ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിപ്പാൻ ധൈര്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നതിന് മുമ്പ് ആമേൻ കുഴപ്പത്തിൽ അകപ്പെടുവാൻ എന്ത് ചെയ്യരുത്, കാത്തിരിക്കരുത്. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ കർത്താവുമായുള്ള കൂട്ടായ്മയ്ക്കായി ദിവസവും സമയങ്ങൾ എന്ത് ചെയ്യണം, വേർതിരിക്കണം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ആമേൻ ഓരോ ദിവസവും ആരംഭിക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ ആമേൻ യേശു ക്രിസ്തുവിനുമായിട്ടുള്ള ആ കൂട്ടായ്മ, അതേ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ, അതേ ദൈവവചനം ധ്യാനിക്കുവാൻ നാം തയ്യാറാകണം. ഹല്ലേലൂയ. അതിനുവേണ്ടി നാം സമയങ്ങൾ വേർതിരിക്കണം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇങ്ങനെ നിരീച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. ഇന്ന് പലരും ശങ്കിച്ചുകൊണ്ടിരിക്കുകയാണ്, പലരും നിരാശപ്പെട്ടിരിക്കുകയാണ്. കാതിൽ കേട്ടത് ശരിയാണോ? സുഹൃത്തുക്കൾ പറയുന്നത് ശരിയാണോ? ആരെ കുറിച്ചാ പറയുന്നത്? ജീവിത പങ്കാളിയെ കുറിച്ച. ഭർത്താവ് വരാൻ വയ്യ, അതിൽ കേൾപ്പിക്കുന്നത് എന്താ? ഹല്ലേലൂയ. ഇവിടെ ഇതാ അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. നോക്കിച്ചേ, ഇവിടെ എഴുതിയിരിക്കുന്നത്, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. ഒരുമിച്ച് ജീവിക്കേണ്ട കുടുംബത്തെ രണ്ടാക്കി തകർത്ത് കളയുവാൻ ഏദനിൽ ആമേൻ പ്രവർത്തിച്ച ദുഷ്ടപിശാച് യോസേഫിന്റെ ഹൃദയത്തിലും ആലോചന കൊടുത്തു, അവളെ ഒഴിവാക്കുക. ഇന്ന് അനേക കുടുംബങ്ങൾ രണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, ഭാര്യ ഭർത്താക്കന്മാർ ഡിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രി നിന്റെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിച്ച് ആമേൻ അതേ മുപ്പിരിച്ചവരുടെ വേഗത്തിൽ അറ്റുപോകുകയില്ല. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ച് നിത്യതയിൽ ഒരുമിച്ച് കർത്താവിനോട് കൂടെ ആയിരിക്കാൻ അതേ കുടുംബത്തിന് ആമേൻ അതേ സമാധാനവും സന്തോഷവും നൽകുന്ന കർത്താവ് ഇന്ന് രാത്രി കണ്ണുനീരും ദുഃഖവും പേര് കഴിയുന്ന ഏതെങ്കിലും കുടുംബങ്ങൾ ആമേൻ സ്വസ്ഥതയില്ലാതെ ആയിരിക്കുന്നുവെങ്കിൽ സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ കുടുംബത്തിന്റെ നാഥനായി സ്വീകരിപ്പാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ മറിയയെ ഒഴിവാക്കാൻ അതേ ചിന്തിച്ചിരിക്കുന്ന, ഗൂഢമായി ആലോചിക്കുന്ന ആമേൻ അതേ യോസേഫിന്റെ റൂമിനകത്ത് ദൂതനിറങ്ങി ചെന്നു. ഇന്ന് രാത്രി ആഴമേറിയ സമർപ്പണമുള്ള ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ, താങ്കളെ ഒഴിവാക്കാൻ വേണ്ടി ഗൂഢമായ ആലോചന നടത്തിയിരിക്കുന്നവരോട് ആമേൻ നീ സംസാരിക്കേണ്ട, നിനക്ക് വേണ്ടി ദൂതനെ അയക്കുവാൻ ദൈവം ശക്തനാ. വിശ്വസിക്കുന്നവർ അരപടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. നോക്കുക, ഒഴിവാക്കുവാൻ പിശാച് പദ്ധതിയിട്ടപ്പോൾ
സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി. ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഒരു പ്രശ്നത്തിനകത്ത് നിന്ന് ആമേൻ ഒരു നിക്കുപോക്ക് സ്വർഗത്തിലെ ദൈവം ആമേൻ യോസേഫിനോട് ഇടപെട്ട് ആമേൻ പ്രശ്നങ്ങളെ പരിഹരിക്കുകയാ. ഇന്ന് രാത്രി നിന്നെ കൊണ്ട് പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത, നിന്റെ സമൂഹത്തെ കൊണ്ട്, നിന്റെ പരിചയക്കാരെ കൊണ്ട് പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിഷയവും പേറി കഴിയുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഇന്ന് രാത്രി നിലവിളിക്കുവാൻ നീ തയ്യാറാകുക. നിന്റെ നിലവിളികൾ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവം. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ദൈവത്തെയോ ഹല്ലേലൂയ ഏതെങ്കിലും വ്യക്തിയെയോ വിളിക്കുന്നതിന് പകരം നിങ്ങൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങളോടുള്ള ബന്ധത്തിൽ ചെയ്യുവാൻ കൊണ്ടമിടയായി. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ കൊണ്ടമിടയായി. നിങ്ങൾ മഹിമ കണ്ട സാക്ഷിയായി അതേ ജ്യോതിസുകളെ പോലെ തിളങ്ങുവാൻ പ്രകാശിപ്പാൻ തക്കവണ്ണമിടയായി. രാജാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. പലരും അതേ തകർത്ത് കളയുവാൻ അതേ ഭാവിച്ച് അതേ ഇറങ്ങി പുറപ്പെടുമ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ചൊരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. എല്ലാ ദിവസവും ദൈവവചനം ധ്യാനിക്കുവാൻ പ്രാർത്ഥിക്കുവാനും അതേ രാവും പകലും അതേ ദൈവസന്നിധി സങ്കടം ബോധിപ്പിക്കാൻ കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും ഹല്ലേലൂയ സങ്കടം ബോധിപ്പിക്കുവാൻ തയ്യാറായ ഭക്തനായ ദാവീദിന്റെ ദാനിയേലിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വിധികളെ തിരുത്തി എഴുതി ആമേൻ മാനിപ്പാൻ ദൈവം ശക്തനായിരുന്നു. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ചാട്ട കണ്ണുനീരിന്റെ മധ്യത്തിൽ കഷ്ടങ്ങളുടെ നടുവിൽ പ്രതികൂലത്തിന്റെ നടുവിൽ കൂടെ ഇരുന്ന് അത്ഭുതകരമായി മുമ്പോട്ട് നടത്തുവാൻ ശക്തരായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വചനം കേട്ടവൻ അനുഭവിച്ചെങ്കിൽ എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയം നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട. ഈ 2020 അവസാന ദിവസത്തിന്റെ തലേ രാത്രി നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്നലകളിൽ എടുത്തുവച്ച കാലം കാണു പോകത്തക്ക വിധത്തിൽ പ്രതികൂലങ്ങൾ ഓരോന്നായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ കാലത്തിനകത്ത് അകപ്പെട്ട കര കാണാതെ ആമേൻ അഴിക്കകത്ത് ആമേൻ ചെന്ന് ആമേൻ അതെ അകപ്പെടേണ്ട സാഹചര്യങ്ങൾ ശത്രു ഒരുക്കിയപ്പോൾ ആ ചുഴിക്കകത്ത് അകപ്പെട്ട് നീ തീർന്നു പോകേണ്ടതായ സാഹചര്യം ദൈവം ഒരുക്കിയപ്പോൾ അവിടെ ഒന്നും തകർന്നു പോകാതെ നിന്റെ നിലവിളി കേട്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയ ദൈവം ഇനിയും നടത്തുവാൻ ശക്തനെന്ന് ഉറച്ചുകൊണ്ട് ഇന്ന് രാത്രി മുൻപോട്ട് പോകുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകത്താൽ ഉയരത്തിൽ കൃപയാൽ നിറയ്ക്കുവാൻ ശക്തനായ എന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്പസമയം കടപടിച്ച് 2020 ഉണ്ടായ പ്രശ്നങ്ങളുടെ നടുവിൽ അകപ്പെട്ടു പോകാതെ തകർന്നു പോകാതെ എന്നെ സംരക്ഷിച്ച ദൈവം ഇനിയും എന്നെ തേടിയിരിക്കുന്നത് ഞാൻ അഭിമുഖീകരിക്കുവാൻ പോകുന്നത് എന്തെന്ന് എനിക്കറിയില്ല. എന്നാൽ അതിന്റെ മുമ്പിലും തളരാതെ കണ്ട് ആമേൻ തളരാതെ കണ്ട് മുൻപോട്ട് പോകുവാൻ ഉതകുന്ന ഉയരത്തിലെ കൃപയാ ഉയരത്തിൽ അഭിഷേകത്താൽ ഇന്ന് രാത്രി എന്നെ നിറയ്ക്കണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും. ഞെരുക്കത്തിൽ യഹോവയോട് നിലവിളിച്ചപ്പോൾ വിശാലത വരുത്തിയ സ്വർഗത്തിന്റെ ദൈവം ഇന്ന് രാത്രി അവിടുത്തെ വചനത്താൽ നമ്മെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ട. സ്വർഗത്തിലും ഭൂമിയിലും നാഥനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, രാവെന്നോ പകലെന്നോ ഇല്ല ഉറങ്ങാത്തവനായി ഞങ്ങളോട് കൂടെയിരുന്ന് ഏത് സമയത്തും ഞങ്ങളെ മുമ്പോട്ട് നയിക്കുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അവിടുത്തെ വചനത്തിലൂടെ കേൾക്കുവാൻ അനുഭവിപ്പാൻ ഇടയാക്കിയ ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പ. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരും സ്വർഗം അവിടുന്ന് അനുഗ്രഹിച്ചാൽ എല്ലാ ദിവസവും പ്രത്യേകിച്ച് പ്രയാസകരമായ സമയങ്ങളിൽ ഹല്ലേലൂയ അവിടുത്തെ വചനത്തിന്റെ ആമേൻ കൂട്ടായ്മയിലേക്ക് ആമേൻ അതേ താണിരുന്നു കൊണ്ട് ദൈവ സാന്നിധ്യം അനുഭവിച്ചു ജയകരമായ ജീവിതം നയിപ്പാൻ രാത്രി വചനം കേട്ട എല്ലാവരെയും സഹായിക്കണമേ. ആമേൻ ദൈവവചനത്തിന്റെ ആഴങ്ങൾ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ ജീവിതത്തിൽ തിരക്കേറിയ ഈ കാലഘട്ടങ്ങളിൽ സമയം വേർതിരിച്ചിരുന്ന് വചനം ധ്യാനിപ്പാൻ പ്രാർത്ഥിപ്പാൻ പഠിപ്പാൻ ഒക്കെ ദൈവത്തിന്റെ കൃപ ദാനമായി നൽകി പ്രാർത്ഥിക്കുന്നു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസ്, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ആഴവേറി സമർപ്പിക്കപ്പെട്ട ആ മറിയെ കൃപ നൽകി ഈ ദേശത്ത് ഈ രാജ്യത്ത് അങ്ങ് മാനിച്ച കുഞ്ഞുങ്ങൾക്കായി നന്ദി കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കുമെന്ന് അരുളി ചെയ്ത സ്വർഗ്ഗ പിതാവാൻ ദൈവമേ, ഇന്ന് രാത്രി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു.
ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിഘ്നം സംഭവിക്കത്തക്ക വിധത്തിൽ ദൈവവചനത്തോട് കൂട്ടായ്മ കാണിക്കാതെ ആ വചനത്തിന്റെ ആ ആഴങ്ങൾ ഗ്രഹിക്കാതെ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാൻ. എന്നാൽ ഇന്ന് രാത്രി അത് തിരിച്ചറിഞ്ഞ് അതെ അനുദമിച്ച് ദൈവത്തോട് അടുത്തു വരുന്നവരെ പൂർവാധിക ശക്തിയോടെ വരും കാലങ്ങളിൽ കർത്താവിന്റെ സാക്ഷിയായി, കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷിയായി ശുശ്രൂഷയിൽ അത് മുന്നോട്ട് പോകുവാൻ ഉദകത്ത് വിധത്തിലുള്ള ഉയരത്തിലെ എല്ലാവിധ നന്മകളാൽ അനുഗ്രഹങ്ങളാൽ ഇന്ന് രാത്രി എല്ലാവരും നിറച്ചാൽ മാനവും മഹത്വവും പോയിച്ച് അവിടത്തേക്ക് മാത്രമല്ല അടികൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശ് കർത്താവിൻ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കരുത്തിനായി സ്തോത്രം ചെയ്യാം. ഇത്രത്തോളം സമയം വചനം ശ്രമിച്ച എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. നിങ്ങൾക്ക് ഇന്നത്തെ മെസ്സേജ് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ആമേൻ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ആത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാണ്. ആമേൻ. ഒരു ഭാവി മാനസാന്തരപ്പെട്ട സ്വർഗം സന്തോഷിക്കും. നിശ്ചയമായും ആ പ്രതിഫലം വീതിക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്നവർക്ക് ആമേൻ നിശ്ചയമായും അതെ ഒരു ഭാവി മാനസാന്തരപ്പെട്ട അതിന്റെ പ്രതിഫലം ലഭിക്കാൻ തക്കവണ്ണം ഇടയായി തീരുമല്ലോ. അതുപോലെ യൂട്യൂബിൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ സെർച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി.